ബാക്ക് ടു മൈ ചാനൽ ജോഡി ധാരീസ്. എല്ലാവരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഒരുപാട് നാളായി നമ്മളിങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് 2025 എന്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. എന്താണ് വീഡിയോ ഇടാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ഫാമിലി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ ഈ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് വരെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ശരിക്കും ഒരു ഫാമിലി ഫംഗ്ഷൻ അത് ഇതെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഐ ജസ്റ്റ് ലീവ് വൺ എന്നുവെച്ചാൽ ഏതാണോ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അത് പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ജേർണി ഇവിടെ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തത്. പക്ഷെ എന്തായാലും നമ്മുടെ 2025 ഫസ്റ്റ് വീഡിയോ ആണ്. ഇനി ഇങ്ങനെ ഒരു ബ്രേക്ക് ഉണ്ടാവില്ല, ഐ പ്രോമിസ് യു ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മോയ്സ്ചറൈസറുകൾ, അതായത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെസ്റ്റ് തോന്നിയിട്ടുള്ള കോമ്പിനേഷൻ ഓയിലി ആൻഡ് ഓൾസോ ചില ഡ്രൈ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ, അതായത് ചില മോയ്സ്ചർ അതിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഡ്രൈ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ മോയ്സ്ചറൈസറുകളുടെ ഒരു എന്താ പറയുക ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലായിട്ട് പോവാം. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഞാനൊരു ഡിസ്ക്ലൈമർ പോലെ പറയാം. ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ ഉണ്ടാകും. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയതാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്യുക, ബാക്കിയുള്ളവർ മേടിച്ച് യൂസ് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് അക്വാലോജിക്കയുടെ ഒരു ഹൈഡ്രാ ജെല്ലാണ് കേട്ടോ. ഇത് ഇലുമിനേറ്റ് ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസർ ഫ്രം അക്വാലോജിക്ക. ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പാക്കേജിങ്. ഞാൻ ഇങ്ങനെ ഒരു മോയ്സ്ചറൈസർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ പാക്കേജിങ്ങിൽ തന്നെ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിരുന്നു. പക്ഷെ ഞാനത് മേടിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട് ട്രെൻഡിനൊപ്പം സഞ്ചരിച്ച് വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്തു. ഈ പ്രൊഡക്റ്റിനെ പറ്റി ആരെങ്കിലൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്ന കണ്ടിട്ട് മേടിക്കാമെന്ന് വിചാരിച്ച് എന്തായാലും അറ്റ് ലാസ്റ്റ് ഞാൻ ഈ ഒരു സാധനം മേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജെൽ മോയ്സ്ചറൈസർ ആണ്. അവർ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഒരു ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ വീണ്ടും ഞാൻ പറയാണ്, ഇതിന്റെ പാക്കേജിങ് വാസ് സോ ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൽ അത്യാവശ്യം പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 200 ഗ്രാം ഉണ്ട്. 200 ഗ്രാമിന്റെ റേറ്റ് വരുന്നത് 399 ആണ്. ഇത് 200 ഗ്രാമിന്റെ റേറ്റ് വരുന്നത്. ആൻഡ് അത് വർത്ത് ദ മണിയാണ്. നിങ്ങളിപ്പോൾ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ആൻഡ് ഇതിന്റെ സ്മെല്ലും പൊതുവേ എനിക്കിങ്ങനെ പെർഫ്യൂം സ്മെല്ലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മെല്ലുള്ള സാധനത്തിനെ സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാൻ അത്ര എന്താ പറയുക സെക്യൂർഡ് അല്ല. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു ഇത് തോന്നാറില്ല. പക്ഷെ ഇതിന്റെ സ്മെല്ലും അടിപൊളിയാണ്. ഇത് യൂസ് ചെയ്തിട്ടും എനിക്ക് ആക്നെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഓയിലി സ്കിന്നുകാരുടെ മോയ്സ്ചറൈസർ മേടിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഡ്രൈ ആവും, ഈ ഭാഗത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഡ്രൈ സ്കിന്നുകാരുടെ മേടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പോഴ്സ് ഒക്കെ ക്ലോഗ് ചെയ്തിട്ട് ആക്നെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം, അതായത് ഹൈഡ്രേഷൻ വേണമെന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ വേണം, പക്ഷെ അത് ഒരിക്കലും ഒരു കട്ടിയുള്ള ലെയർ ആയിട്ട് പുറത്ത് ആക്ട് ചെയ്യാനും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കോമ്പിനേഷൻ സ്കിന്നിന് ബെസ്റ്റ് സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് റെക്കമെൻഡേഷൻ. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇതിന്റെ ലിങ്കും പ്രൊഡക്റ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ ഒരുപാട് വേരിയന്റുകൾ ഉണ്ട്. അതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ട്രൈ ചെയ്ത ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ലൈഫ് ഫോറെവർ 52 പ്രൊഫഷണൽ മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ ആ ഒരു വർക്ക് ബേസ് ചെയ്ത് തന്നെ മേടിച്ച മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത്. പക്ഷെ ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്തോട്ടെ. ഓക്കെ, ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മോയ്സ്ചറൈസർ. എന്നുവെച്ചാൽ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ എന്താണ് ഈ കോമ്പിനേഷൻ സ്കിന്നിന് ഞാൻ പറയുകയാണെങ്കിൽ അക്വാലോജിക്കനേക്കാൾ നല്ല മോയ്സ്ചറൈസർ ഈ ഒരു ഫോറെവർ 52ന്റെ ആണ്. ഭയങ്കര എന്താ പറയുക ഒരു മോയ്സ്ചറൈസിങ്, ഭയങ്കര വാട്ടർ കണ്ടന്റും നല്ല ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒട്ടും നമ്മുടെ ഓയിലി സ്കിന്നിന് അത് ഒരു പൊടിക്ക് പോലും വേദനിപ്പിക്കാതെ നമുക്ക് ഹൈഡ്രേഷൻ തരുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസർ ആണ് ഈ ഒരു ഫോറെവർ 52ന്റെ മോയ്സ്ചറൈസർ. നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും മേടിക്കാം. എനിക്കൊന്ന് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണിത്.
എനിക്കൊരു എക്സ്പെൻസീവ് സൈഡിലാണ് കേട്ടോ. ഇത് 110 ഗ്രാം ഉണ്ട്. എനിക്ക് തോന്നുന്നു 800 or 900 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ മേടിച്ച് യൂസ് ചെയ്തിട്ട് ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് 100% ഉറപ്പാണ്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നിനും ഇത് പറ്റും. കാരണം അത്യാവശ്യം ഒരു മോയ്സ്ചറൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ, സ്റ്റിൽ ഇത് വർക്കിംഗ് ആണ്. കാര്യങ്ങളൊക്കെ ഇത് തരും, നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ആവും. പിന്നെ ഒരു സ്റ്റിക്കി ഫീലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഞാനത് എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഞാനത് യൂസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. സോ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല ഈ ഒരു ബ്രാൻഡ്. ഒരു ബ്രാൻഡ് തന്നെ ഇങ്ങനെ സമീപിക്കുകയാണ്. അതായത് ഞങ്ങളിങ്ങനെ കൊളാജിൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. കൊളാജിൻ എന്ന് പറയുന്നത് മോയ്സ്ചറൈസേഷൻ ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ. അപ്പം അവരങ്ങനെ സെറാക്കാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാനത് ഓൾറെഡി റിവ്യൂ ചെയ്തിരുന്നു എൻ്റെ ഒരു പേജിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്ന് ഒരു സ്പോൺസർഷിപ്പ് റിവ്യൂ പോലെ വന്നതുകൊണ്ട് ആർക്കും അത്ര വിശ്വാസം ഒന്നും കാണില്ല. പക്ഷെ ഇത് അടിപൊളി മോയ്സ്ചറൈസർ ആണ്. ഞാനിത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു കോലം കണ്ടാൽ തന്നെ അറിയാം ഞാനിത് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് നമ്മുടെ ഈ പറയുന്നതാണെങ്കിൽ ഈ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് അടിപൊളിയാണ്. ആൻഡ് ഇതിനൊരു മാംഗോ സ്മെല്ലാണെന്ന് വെച്ചാൽ മാംഗോ സ്മെല്ലാണ്. പക്ഷെ ഒരു മൈൽഡ് പെർഫ്യൂം മാംഗോ സ്മെൽ എന്ന് വേണ്ടി പറയാം. അങ്ങനത്തെ സ്മെല്ലുണ്ടെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അങ്ങനത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഇതും ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ്. പക്ഷെ എന്നാൽ നമ്മുടെ ഓയിലി സ്കിന്നിന്റെ ആ ഒരു ഏരിയയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. ഇത് ഓയിലി സ്കിന്നിനും പിന്നെ കോമ്പിനേഷൻ സ്കിന്നിനും ഒരു അടിപൊളി മോയ്സ്ചറൈസർ ആയിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡ്രൈ സ്കിന്നിന് ഞാനിത് റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ഡ്രൈ സ്കിന്നുകാരെ പറ്റിയിട്ട്. പക്ഷേ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഇത് ഒരു എന്താ പറയുക വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു സെറാക്കാൻ്റെ മോയ്സ്ചറൈസർ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 50 ml 495, അതായത് 495 രൂപയാണ് 50 ml. എനിക്ക് തോന്നുന്നു മറ്റ് മോയ്സ്ചറൈസറുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല അടിപൊളി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അടുത്ത മോയ്സ്ചറൈസർ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് ഞാൻ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതാണ് നമ്മുടെ സ്വന്തം എമോലിൻ മോയ്സ്ചറൈസർ. ഇതൊരു എമോലിൻ ക്രീം, ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഡ്രൈ സ്കിന്നിനാണ്. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നു ഇത് എൻ്റെ കോമ്പിനേഷൻ സ്കിന്നിന് വർക്ക് ആകുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ എനിക്ക് ആദ്യം തൊട്ട് തന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം. ഇതിന്റെ സെക്കൻഡ് ട്യൂബാണ്. ആൻഡ് ഈ ട്യൂബ് ഭയങ്കര വലുതാണ്. ഇതിന്റെ സെക്കൻഡ് ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ യൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. ഇതിന്റെ ഒരു ടെക്സ്ചർ വന്നിട്ട് ഭയങ്കര ഒരു ജെല്ലി ലൈറ്റ് വെയിറ്റ് ടെക്സ്ചറാണ് കേട്ടോ. ആൻഡ് എനിക്കിഷ്ടമാണ്. വേഗം നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും. നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള മോയ്സ്ചറൈസേഷൻ തരും. അതാണ് ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. ഉണ്ടോ, സ്കിന്നിലേക്ക് വേഗം അബ്സോർബ് ആവും. നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇത്രയും വലിയ ട്യൂബിന് ഞാൻ ഇപ്പൊ കാണിച്ച എല്ലാ മോയ്സ്ചറൈസറുകളിൽ നിന്നും ഇത്രയും വലിയ ട്യൂബിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഇതിന് 100 ഗ്രാമിന് 346 ആണ് 100 ഗ്രാമിന്. ആൻഡ് അക്വാലോജിക്കയും ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. സോ ഇത് ആമസോണിലും എല്ലായിടത്തും കിട്ടുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ കിട്ടുന്ന ഒരു നല്ല മോയ്സ്ചറൈസർ ആണ്. സോ ഇതാണ് എൻ്റെ ലാസ്റ്റ് റെക്കമെൻഡേഷൻ ഓഫ് മോയ്സ്ചറൈസേഴ്സ്. എന്തുകൊണ്ടാണ് ഇത്ര കുറച്ച് മോയ്സ്ചറൈസർ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില മോയ്സ്ചറൈസറുകൾ എനിക്ക് മനസ്സിലാകാറില്ല, അതായത് ആക്നെ വരുമോ ഇല്ലയോ എന്നൊന്നും. പക്ഷെ ഇട്ടിട്ട് ആക്നെ വന്നില്ല, എനിക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്തു എന്ന് തോന്നിയാൽ ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പിക്ക് ചെയ്ത കുറച്ച് മോയ്സ്ചറൈസറുകളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. ആൻഡ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഈ ഒരു വീഡിയോ ഇല്ലെന്ന് പറയാൻ മറക്കണ്ട. ആൻഡ് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതാണ്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ, ഇനി ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് പണി കിട്ടിയെങ്കിൽ അതും ഇതിൻ്റെ അടി കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേഗം കാണാം. അപ്പൊ ബൈ.